ഈവനിംഗ് ബ്രേക്കിംഗ് വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. ആരാകും അടുത്ത DGP സാധ്യതാ പട്ടിക ഏതായാലും സംസ്ഥാന സർക്കാർ UPSCക്ക് കൈമാറിയിരിക്കുന്നു. 6 പേരാണ് സാധ്യതാ പട്ടികയിലുള്ളത്. നിതിൻ അഗർവാൾ, റവട ചന്ദ്രശേഖർ, യോഗേഷ് ഗുപ്ത എന്നിവരാണ് പട്ടികയിലെ ആദ്യ 3 പേർ. മനോജ് എബ്രഹാം, സുരേഷ് രാജ് പുരോഹിത്, MR രാജ്കുമാർ എന്നിവരും പട്ടികയിലുണ്ട്. UPSC 3 പേരുടെ പട്ടികയാവും സംസ്ഥാനത്തേക്ക് തിരിച്ചയക്കുക. അതിൽ ഒരാളെ സംസ്ഥാന സർക്കാരിനെ DGP ആയി നിയമിക്കാം. അടുത്ത മാസം 21-നാണ് നിലവിലെ DGP വിരമിക്കുന്നത്. റോഷിപാലാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. റോഷിപാൽ, നിതിൻ അഗർവാൾ, റവട ചന്ദ്രശേഖർ, യോഗേഷ് ഗുപ്ത, മനോജ് എബ്രഹാം, സുരേഷ് രാജ് പുരോഹിത്, MR രാജ്കുമാർ, ഈ 6 പേരുടെ പട്ടികയാണ് കൈമാറിയിരിക്കുന്നത്. ഇതിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ സാധ്യത? ആരായിരിക്കും അടുത്ത DGP? വിനിത, കേരളം കാത്തിരിക്കുകയാണ് പോലീസ് മേധാവി ആരായിരിക്കും എന്ന ചോദ്യത്തിന് ഉത്തരം. UPSCക്ക് സംസ്ഥാന സർക്കാർ കഴിഞ്ഞ ദിവസമാണ് സാധ്യതാ പട്ടിക കൈമാറിയത്. 6 IPS ഉദ്യോഗസ്ഥന്മാർ, സംസ്ഥാനത്തെ ഏറ്റവും മുതിർന്ന 6 ഉദ്യോഗസ്ഥന്മാരുടെ പേരുകളാണ് പട്ടികയിൽ. അതിൽ നേരത്തെ പറഞ്ഞതുപോലെ നിതിൻ അഗർവാളാണ് ഏറ്റവും സീനിയർ ആയിട്ടുള്ള IPS ഉദ്യോഗസ്ഥൻ. ഇപ്പോൾ റോഡ് സേഫ്റ്റി കമ്മീഷണറാണ് നിതിൻ അഗർവാൾ. പിന്നീടുള്ളത് കേന്ദ്ര IBയിലെ ഡെപ്യൂട്ടി ഡയറക്ടറായ റവട ചന്ദ്രശേഖറാണ്. മൂന്നാമതായി എത്തുന്നത് യോഗേഷ് ഗുപ്തയാണ്. അതിനു പുറമെ മനോജ് എബ്രഹാം, സുരേഷ് രാജ് പുരോഹിത്, MR രാജ്കുമാർ അടക്കമുള്ള 3 പേർ കൂടിയുണ്ട്. അതിൽ മനോജ് എബ്രഹാം നിലവിൽ വിജിലൻസ് മേധാവിയാണ്. സുരേഷ് രാജ് പുരോഹിത് പ്രധാനമന്ത്രിയുടെ സുരക്ഷാ വിഭാഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ കൂടിയാണ്. MR രാജ്കുമാർ സംസ്ഥാനത്തെ ബറ്റാലിയന്റെ മേധാവിയാണ്. ഇങ്ങനെയുള്ള 6 ഉദ്യോഗസ്ഥന്മാർ ഒരുപക്ഷെ നിലവിൽ എല്ലാ ഉദ്യോഗസ്ഥന്മാരും ഡെപ്യൂട്ടേഷനിലുള്ള 3 IPS ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെ എല്ലാവരും DGP ആയി ചുമതലയേൽക്കാൻ തയ്യാറാണ്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ 3 പേർ വരുന്നത് സീനിയോറിറ്റി പരിഗണിക്കുകയാണെങ്കിൽ നേരത്തെ ചൂണ്ടിക്കാണിച്ച നിതിൻ അഗർവാൾ, റവട ചന്ദ്രശേഖർ, യോഗേഷ് ഗുപ്ത എന്നിവരായിരിക്കും. അങ്ങനെയെങ്കിൽ ഈ തവണയും പോലീസ് മേധാവിയായി മലയാളി എത്താനുള്ള സാധ്യതയില്ല. ഏതെങ്കിലും തരത്തിൽ ഇതിൽ ഒരാളുടെ പേര് വന്നില്ലെങ്കിൽ മനോജ് എബ്രഹാമിന് അവസരം ലഭിക്കും. പക്ഷേ സർക്കാരാണ് തീരുമാനിക്കേണ്ടത് ആരെ പോലീസ് മേധാവിയാക്കണമെന്ന്. ഈ 3 പേരിൽ ആരെ വേണമെങ്കിലും സർക്കാരിന് തീരുമാനിക്കാം. UPSC തിരിച്ചയക്കുന്ന പട്ടികയിൽ 3 പേർ മാത്രമായിരിക്കും ഉണ്ടാകുക. 6 പേരുടെ പേരുകൾ ഇത് 3 പേരെ തെരഞ്ഞെടുത്ത് അത് സംസ്ഥാന സർക്കാരിന് ആ പട്ടിക കൈമാറും. ഏതായാലും ജൂൺ 21 വരെ സമയമുണ്ട്. ജൂൺ 21-നാണ് സംസ്ഥാന പോലീസ് മേധാവിയായ ഷെയ്ഖ് ദർബേഷ് സാഹിബ് വിരമിക്കുന്നത്. അതിന് തൊട്ടു മുമ്പ് UPSC ഈ നിലവിലുള്ള 3 പേരുടെ പട്ടിക അയക്കും. ഏതായാലും UPSC ഉടൻ തന്നെ IB റിപ്പോർട്ടിന് നിർദ്ദേശം നൽകും. IB റിപ്പോർട്ടും നിലവിലെ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ മറ്റെന്തെങ്കിലും പരാതികളുണ്ടോ, ആരോപണങ്ങളുണ്ടോ അതടക്കം പരിശോധിച്ചാണ് പ്രാഥമികമായ ഒരു പട്ടിക തയ്യാറാക്കി നേരെ സംസ്ഥാന സർക്കാരിന് കൈമാറുക. ഏതായാലും സംസ്ഥാനത്ത് ഈ തവണ മലയാളി ഉദ്യോഗസ്ഥൻ പോലീസ് മേധാവിയായി വരുമോ എന്ന ആകാംക്ഷ മാത്രമാണ്. അത് സംസ്ഥാനത്തെ മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥന്മാരും കാത്തിരിക്കുകയാണ്. ആരായിരിക്കും പോലീസ് മേധാവി? അതിന് ഉത്തരം നമ്മൾ കാത്തിരിക്കേണ്ടി വരും ജൂൺ മാസം 2ാം വാരം വരെ. വിനിത, ശരി. റോഷിപാലാണ് റിപ്പോർട്ടർ ഈവനിംഗ് ബ്രേക്കിംഗ് പങ്കുവച്ചത്. ആരാകും അടുത്ത DGP? 6 പേരുടെ സാധ്യതാ പട്ടിക കൈമാറിയിരിക്കുന്നു. അതിൽ 3 പേരുടെ പട്ടിക തിരിച്ചയക്കും. അതിനുശേഷം സംസ്ഥാന സർക്കാരാകും തീരുമാനമെടുക്കുക.